ദൃശ്യങ്ങളിലേക്ക് കാണുമ്പോൾ അറിയാം, ആളുകൾ ദൂരെ നിന്ന് നടന്നു വരുന്ന കാണാം. വലിയ വെള്ളക്കെട്ട് തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ നടന്ന് വരികയാണ് അവരുടെ വീടുകളിൽ നിന്ന്. അത് പല ആളുകളും ക്യാമ്പിലേക്കുള്ള യാത്രയാണ്. അവരുടെ കയ്യിൽ കിട്ടാവുന്ന സാധനം കൊണ്ട് ക്യാമ്പിലേക്ക് പോകണം. നമ്മളിവരോട് സംസാരിക്കുമ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ, എടുക്കാൻ കയ്യിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ആ ദൂരം ദൃശ്യങ്ങൾ കാണാം. തോളത്ത് ബാഗ് ആണ് തോന്നുന്നത്, സഞ്ചി, വലിയ സഞ്ചിയുമായിട്ടാണ് ആ ദൂരെ നിന്ന് വരുന്നത്. നടന്നു വരുവാണ്. ഇവിടെയൊന്നും രക്ഷാപ്രവർത്തനത്തിന് ബോട്ടോ ഡിങ്കി ബോട്ടോ അങ്ങനെ ഒന്നും തന്നെ എത്തിയിട്ടില്ല ആളുകളെ റെസ്ക്യൂ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി. അതൊരു ദുരിതം പിടിച്ച ഒരു കാഴ്ച തന്നെയാണ് എന്ന് പറയേണ്ടതായിട്ടിരിക്കുന്നു. മാത്രമല്ല, മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നില്ല. മുൻ വർഷങ്ങളിൽ അനൗൺസ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യം പോരാ എന്ന പഞ്ചായത്ത് അംഗം കൂടിയായിരിക്കും ശ്രീനി പറയുന്നത്. നമ്മൾ പറയുന്നതല്ല. ഈ വാർഡിൽ നമുക്ക് അതിലേശം ആ ദൃശ്യം കൊടുക്കാൻ തോന്നുന്നു. ആ ആള് ബാഗ്, വലിയ ബാഗും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച. ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ ദുരിതം, വേറെ വലിയ വ്യാപ്തി കൂടുകയാണ് ദുരിതത്തിൻ്റെ. കാരണം ആൾ വീട്ടിലേക്ക് വെള്ളം കയറുന്നു. മാത്രമല്ല, ആളുകളുടെ ആ ബുദ്ധിമുട്ട്, ആ ദൃശ്യം കാണിക്കാമല്ലോ. ആ ആൾ വലിയ ബാഗുമായി നിൽക്കുന്ന ആൾ. അവർ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തേണ്ടതാണ്. ആളുകളെ അവിടെ നിന്ന് സുരക്ഷിതമായി ഡെങ്കി ബോട്ട് എത്തിച്ച് മാറ്റേണ്ടതാണ്. അവരുടെ ഒരു സ്വയം രക്ഷപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ ബാഗുമായിക്കൊണ്ട് അവർക്ക് എങ്ങനെ രക്ഷപ്പെടാം. അവരുടെ അരയിൽ പൊക്കം, അതിൽ കൂടുതൽ വെള്ളമുണ്ട്. ചേച്ചി, ഇവിടെ വീട്ടിലേക്ക് വരുമ്പോൾ, ഈ വീട്ടിലേക്ക് വരും എനിക്കൊന്ന് ക്യാമ്പിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു. അവിടെ വെള്ളമാണോ? ഞാൻ അങ്ങോട്ട് വരാം. അവിടെ മൊത്തം വെള്ളമല്ലേ? ആണോ? കറണ്ടുണ്ടോ ഇവിടെ? എനിക്ക് അങ്ങോട്ട് വരാം. ചേച്ചി, ഇത് ഇവിടുത്തെ അവസ്ഥ എങ്ങനെ പറയൂ? ബാക്കി ഇവിടെ നിൽക്കേ പറഞ്ഞോ. ഇവിടെ എല്ലാ വർഷവും വെള്ളം പൊങ്ങും. പിന്നെ ഭയങ്കര ദുരിതമാണ്. ക്യാമ്പിൽ പോകാനെല്ലാം എടുത്ത് വെച്ചേക്കും. ഇന്നലെ രാത്രി തൊട്ടേ കൊണ്ടുപോകായിരുന്നു. പിന്നെ ഇപ്പം വീണ്ടും എടുത്ത് വെച്ചേക്കാം. എൻ്റെ വീടാ. കറണ്ട് ഇന്നലെ പോയതാ, 10 മണിയൊക്കെ പോയതാ. അവരെ ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഇപ്പം ഈ കിടങ്ങുന്നൂർ വന്നു കഴിഞ്ഞാൽ ഓരോ വീട്ടിലെ സാഹചര്യമാണ്, ക്യാമ്പിലേക്ക് പോകുന്ന വീട്ടിലെ സാഹചര്യമാണ്. നമുക്ക് കണ്ടറിയാം. അവർ ഓരോ ചെറിയ പാക്കായി നിൽക്കുവാണ്. അതുകൊണ്ട് വീടുകളിലൊക്കെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. അവർക്ക് അവരുടെ വീട്ടിൽ ഇന്നലെ പോലെ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആളുകൾക്കുള്ളത്. ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ആളുകൾ ഇത്രയധികം ഈ കാര്യത്തിൽ പറയുന്നത്. എന്താ ഒരു വീടെവിടാ? ഇങ്ങ് വാ. ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, അത് വെള്ളമാണ്. അതുകൊണ്ട് എങ്ങനെയുണ്ട് വെള്ളമൊക്കെ? ഭയങ്കര വെള്ളമാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ നമ്മുടെ വീടെല്ലാം മുങ്ങി. നമ്മുടെ ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളെല്ലാം വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത് വീട്ടിൽ വെക്കുമായിരുന്നു. അതുകൊണ്ട് രാത്രി ഫുള്ള് അവിടെ നിന്നിട്ട് കാരണം അത്രയും വെള്ളം കയറിയിട്ടില്ലായിരുന്നു. കുറച്ച് വെള്ളം മാത്രമേ കയറിയിട്ടുള്ളൂ. പിന്നെ രാത്രി സമയങ്ങളിൽ ഒരു 2 മണി 3 മണി സമയത്ത് വെള്ളം അങ്ങോട്ട് മേലോട്ട് കയറുമായിരുന്നു. പിന്നെ നമ്മുടെ ഇലക്ട്രോണിക്സെല്ലാം നമ്മൾ മേളിൽ കയറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് അത്യാവശ്യം സർട്ടിഫിക്കറ്റ് സാധനം എടുത്ത് ഇങ്ങോട്ട് വരുമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ചേട്ടൻ നമ്മുടെ കൂടെ ഉള്ളതാണോ ബാഗായിട്ട് വരുന്നത്? ഇങ്ങോട്ട് വരുവാണ്. വലിയ ധാരാളം സാധനങ്ങളൊക്കെ ആണല്ലോ. സർട്ടിഫിക്കറ്റ് ജോലിക്ക് വേണ്ടി ലാപ്ടോപ്പ് അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് പുള്ളിക്കാരൻ. അതായത് സർട്ടിഫിക്കറ്റുമായിട്ട് വരിക. ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു ഡെങ്കി ഓപ്പറേഷൻ, ഒരു ഡെങ്കി ബോട്ടൊക്കെ ആയിട്ട് വേണം ആളുകളെ രക്ഷിക്കേണ്ട ഒരു സാഹചര്യമില്ലേ? പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടില്ല. കാരണം നമ്മുടെ രാത്രി ഫുള്ളായിട്ട് ഇവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകർ അങ്ങനെ വേറെ ആൾക്കാരോട് ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു ഇതുവരെ. അതായത് ഇവിടെ ഇപ്പം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്ന ആ ചേട്ടൻ്റെ ഇതാണല്ലേ, നമ്മൾ മനസ്സിലാക്കേണ്ട കണ്ടോ വലിയൊരു ബാഗായിട്ട് ഇലക്ട്രോണിക് ലാപ്ടോപ്പ് സർട്ടിഫിക്കറ്റുകൾ. കാരണം സർട്ടിഫിക്കറ്റുകളൊക്കെ നഷ്ടമായി കഴിഞ്ഞാൽ ഈ ജനതയ്ക്ക് തിരിച്ചെടുക്കാൻ എന്ത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന വലിയ ബാഗിൽ ആ സർട്ടിഫിക്കറ്റും ചുമന്നുകൊണ്ട് വരുവാണ്. അത് തന്നെ അത്ര സുരക്ഷിതമല്ലെന്ന് തോന്നില്ലേ? പിന്നെ സുരക്ഷിതമല്ല. കാരണം നമ്മുടെ വീട്ടിലെ സാധനം ബാക്കിയുള്ള മോട്ടർ കാര്യങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ മേളിൽ കയറ്റി വെക്കുമായിരുന്നു മോട്ടർക്കാർ. അത് കട്ട് ബാഗൊന്നും മറിഞ്ഞു വീണാൽ ബാഗിൽ സർട്ടിഫിക്കറ്റ് മൊത്തം തന്നെ. പിന്നെ നനയും. ലാപ്ടോപ്പ്, ഫോണ്, എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട്. അപ്പം രാത്രി സമയങ്ങളിൽ ഇത്ര വെള്ളം കയറുന്ന പ്രതീക്ഷയില്ലായിരുന്നു. പെട്ടെന്നാണ് വെള്ളം കയറി വരുന്നത്. ഒരു മുന്നറിയിപ്പും വന്നിട്ടില്ല. ഒരു മുന്നറിയിപ്പും കിട്ടിയിട്ടില്ലായിരുന്നു. അനൗൺസ്മെന്റ് ഇല്ല. ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഇവിടുത്തെ വേറെ ആൾക്കാർ കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ലായിരുന്നു. കാരണം മാറുക കാര്യങ്ങൾ നമ്മുടെ പെട്ടെന്നൊരു സമയത്ത് വെള്ളം കയറി ഇങ്ങോട്ട് വരിക. നമുക്ക് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ നമ്മുടെ ബന്ധുക്കൾ, അടുത്ത സുഹൃത്തുക്കളുടെ വീട്ടിൽ അങ്ങോട്ട് പോലെ രക്ഷാപ്രവർത്തനം ഊർജിതമല്ല. അല്ല അന്ന് സജീവമായിരുന്നു. അന്ന് സജീവമായിരുന്നു. പക്ഷേ ഇന്ന് സജീവമായിട്ടല്ല ആരും ഞാൻ എൻ്റെ സമയത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഞാനൊരു പ്രവാസിയായിട്ട് ഞാൻ ഈ നാട്ടിൽ ഇങ്ങനെ കാര്യങ്ങൾ എടുക്കുമെന്ന് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചോളം കാരണം ഇത്ര കഷ്ടപ്പെട്ട ആൾക്കാർ ഇത്രയും സമയത്ത് ഒരു ആൾക്കാരെ പോലും ഞാൻ കാണുമോ, ഒരു രക്ഷാപ്രവർത്തനം ആൾക്കാർ ഇങ്ങോട്ട് സഹകരിക്കുക കാര്യങ്ങളും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് നല്ലപോലെ വിഷമമുണ്ട്. കാരണം ഒരു വീട് സഹകരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും വലിയൊരു കുഞ്ഞുമുണ്ട്. അവരെ എടുത്തിട്ട് ഞാൻ അവിടെ കൊണ്ടുപോകായിരുന്നു. മറ്റു സ്ഥലങ്ങൾ റാന്നി കണ്ട പോലെ ഫയർഫോഴ്സ് എത്തി അല്ലെങ്കിൽ ഡെങ്കി ബോട്ടുകളൊക്കെ എത്തേണ്ടതായിരുന്നു. കാരണം വെച്ചാൽ ഇത്ര
എത്ര വീടുണ്ട്, ഒരു 10, 15, 20 വീടുകളും ഉണ്ട്. കാരണം രാത്രി 1 മണി 2 മണിയാകുമ്പോൾ ആൾക്കാർ ഈ സാധനം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കളുടെ വീട്ടുകളിലൊക്കെ എല്ലാം പോകാറ്. കാരണം പെട്ടെന്നായിരുന്നു വെള്ളം കയറി അവിടെ വരെ പോയത്. മിനിറ്റുകൾക്കുള്ളിൽ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കും. ഒരു സഹായം കിട്ടുന്നില്ല. അത് നമുക്കറിയില്ല, അത് പിന്നീട് കിട്ടുമായിരിക്കും ഇല്ലെന്ന്. ഇപ്പോൾ നിലവിൽ ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. അതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം. കാരണം ആൾക്കാർ സഹകരിക്കുക, നമുക്ക് ഇത്ര കാര്യം കൊണ്ടുപോയി എടുക്കാനൊക്കെ തീർക്കേണ്ട. ആ ചേട്ടൻ വരുന്ന കണ്ടില്ലായിരുന്നു. ചേട്ടൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാറ്. അത്രയും കാര്യങ്ങൾ നാളെ ജോലിക്ക് പോകേണ്ട ആൾക്കാരാണ്. നാളെ ജോലിക്ക് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ, ലാപ്ടോപ്പ് കാര്യങ്ങൾ, ഫോണൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് എല്ലാവർക്കും. കാരണം നഷ്ടപ്പെടുക എല്ലാത്തിനും നമ്മൾ EMI കാര്യങ്ങളുള്ള വ്യക്തികളെ നമുക്കല്ല. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നമാണല്ലോ അത്. ദൃശ്യങ്ങളൊക്കെ പോകുമ്പോൾ കണ്ടോ, അത് ഇപ്പം വെള്ളം ഇറങ്ങി കയറി വരുമ്പോഴത്തേക്ക് കൂടിക്കുകയല്ലേ. കുറയുന്നൊന്നും അറിയത്തില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണത്. അദ്ദേഹത്തിന്റെ പകുതിയോളം പറഞ്ഞിട്ടുണ്ട്. അതിൽ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ സഹോദരനാണോ? സഹോദരൻ എൻ്റെ ചേട്ടനാണ്, വൈഫിൻ്റെ റിലേറ്റീവാണ്, കസിനാണ്. ആ ചേട്ടനാണ് വരുന്നത്. ചേട്ടനാണ് ബാഗ് കൊണ്ടാണ് വരുന്നത്. കാരണം അവരുടെ മോട്ടർ കാര്യങ്ങൾ കട്ട് ചെയ്യുമായിരുന്നു. ഇവിടെ പ്ലംബിങ്ങിൻ്റെ ഐറ്റങ്ങൾ കട്ട് ചെയ്ത് മോട്ടർ മാറ്റി വെക്കണം. കാരണം എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാൽ എത്ര 8,000, 10,000 രൂപ ഡാമേജ് ആയത് മാറണം, നമ്മൾ തന്നെ മാറണത്. അത് സഹായം കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കുമായിരുന്നത്. ഭാര്യ മക്കളൊക്കെ ഭാര്യ മക്കൾ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാറ്റണം. കാരണം പെട്ടെന്ന് വെള്ളം കയറി വരുന്നതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത് മാറ്റി വെക്കുമായിരുന്നത്. ഒരു കിടങ്ങുന്നൂരുകാരൻ്റെ ഒരു അവസ്ഥയാണ്. നമുക്കിപ്പോൾ വരുന്ന ആ ചേട്ടൻ്റെ പേരെന്താ? കലേഷ് വരുന്നതുണ്ടോ? കലേഷ് വരുന്നത് ബാഗിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് വരികയാണ്. അതായത് വേണമെങ്കിൽ നമുക്കൊരു പാലായനം എന്നൊക്കെ പറയാം. ആ തരത്തിലുള്ള കാര്യങ്ങളാണ്. കലേഷ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. വലിയ ബുദ്ധിമുട്ടാണ്. സർട്ടിഫിക്കറ്റ് ഒക്കെ ആണോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പറഞ്ഞില്ലേ, മോട്ടറൊക്കെ അടിക്കാൻ പോയതാണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും വെള്ളം കയറുമെന്ന്. അപ്പം നമ്മൾ മോട്ടർ അടിക്കാൻ വേണ്ടി പോയ പോക്കാണ്. അപ്പം ഒരു 5-8 പേർ മോട്ടർ ഞങ്ങൾ അഴിച്ച് ഒരു 2 നില ഉണ്ടായിരുന്നു, അവിടെ വെച്ചിട്ട് വരിക. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ബോട്ടോ വല്ലതും വന്ന് രക്ഷപ്പെടുത്തണ്ടല്ലോ നിങ്ങളൊക്കെ. കാരണം ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇങ്ങനെ കൊണ്ട് സേഫ് അല്ലല്ലോ. നമ്മളതിനെപ്പറ്റി എന്തോ പറയാനാ. മുന്നറിയിപ്പ് വല്ലതും കിട്ടിയായിരുന്നു? അനൗൺസ്മെൻറ്റോ അങ്ങനെ അല്ല, നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയമല്ലേ. എന്തായാലും വലിയ ദുരിതത്തിലാണ് ഇവരെ കലേഷ് ഉൾപ്പെടെ നിൽക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അവന്തിക, ഈ കിടങ്ങുന്നൂരിലെ ഒരു സാഹചര്യം. നമ്മളിവിടെ നിൽക്കുന്ന എത്ര സുരക്ഷിതമായ സംശയമുണ്ട്. കാരണം അനുനിമിഷം ഇവിടെയും വെള്ളം കൂടുന്നുണ്ട്. എന്തായാലും ഈ പത്തനംതിട്ട ജില്ലയിലൊരു ഭൂപ്രകൃതി വെച്ച്, അതായത് റാന്നി വെള്ളം കയറി, ഇനി പമ്പ വഴി കോഴഞ്ചേരി, ആറന്മുള, പിന്നീട് പാണ്ടനാട്, ആലപ്പുഴ ജില്ലയിലെ പാണ്ടനാട് ഭാഗത്തേക്ക് പോകും, പിന്നീട് തിരുവല്ലയിലേക്ക് എത്തും. അതുകൊണ്ട് തിരുവല്ലയിലും പ്രളയഭീതി നിലനിൽക്കുന്നുണ്ട് അവന്തിക. സുജു, നമ്മൾ ഇപ്പോൾ ഈ പത്തനംതിട്ടയുടെ ഒരു ഭാഗം മാത്രമാണ് കണ്ടത്. വരുന്ന സാഹചര്യമാണ്. ആളുകളൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുന്ന സാഹചര്യമാണ് കണ്ടത്. ഇനി റാന്നിയിലേക്കൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ, ഈ റാന്നിയിൽ ഇന്നലെ നമ്മൾ കണ്ടൊരു സാഹചര്യമുണ്ട്. ഈ ജനവാസ മേഖലയടക്കം, റാന്നി ടൗൺ അടക്കം ഒറ്റ രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യമാണ്. ഈ റാന്നിയിലേക്ക് ഒരു സാഹചര്യം നിലവിൽ ഇന്നത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഈ വെള്ളം ഇറങ്ങി തുടങ്ങിയോ? മഴയ്ക്ക് അവിടെ ശമനമുണ്ടോ? എന്താണ്? റാന്നിയിൽ ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. റാന്നിയിൽ മഴയ്ക്ക് ശമനമുണ്ട്. എന്നിരുന്നാൽ പോലും റാന്നിയിലെ അവസ്ഥയും അത്ര സുരക്ഷിതമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്നും അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റാന്നിയിൽ കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് ഭീതി ഒഴിയുന്നില്ല. എന്നാൽ ഇന്നലത്തെ അത്രയും വെള്ളമില്ലാത്തത്, വെള്ളം ടൗണിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. അത് ആശ്വാസകരമായ തന്നെ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, റാന്നി ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ അത് ആറന്മുള ഭാഗത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ പമ്പയാറിൻ്റെ തീര് കവിയുന്നു. ഇന്നലെയാണെങ്കിൽ കല്ലാറ്, കക്കാട്ടാറ്, അച്ചൻകോവില്, അതുപോലെ തന്നെ മണിമല, എല്ലാ ജില്ലയിലുള്ള എല്ലാ നദികളിലും സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.